മുസ്ലിം പേരിൽ വ്യാജ പാസ്പോർട്ട് എടുത്ത് 10 വർഷം വിദേശത്ത് ജോലി ചെയ്ത് തട്ടിപ്പ് നടത്തിയ RSS നേതാവ് അറസ്റ്റിലായതോടെ സംഘികളുടെ തനിനിറം പുറത്തായിരിക്കുകയാണ്. ഷെറിൻ അബ്ദുൽ സലാം എന്ന പേരിൽ നീണ്ട 10 വർഷത്തോളം ഒരു ഉളുപ്പുമില്ലാതെ റിയാദിലും ദുബൈയിലും ജോലി ചെയ്തു വന്ന കിളിമാനൂർ സ്വദേശിയായ RSS മുഖ്യ ശിക്ഷകാണ് പിടിയിലായത്. കിളിമാനൂർ പഴയ കുന്നുമേൽ വില്ലേജിൽ കുന്നുമൽ സാഫല്യം വീട്ടിൽ രാജേഷാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത്. നാട്ടിൽ മുസ്ലിങ്ങൾക്കെതിരെ കൊലവിളിയും പള്ളി തകർക്കലും, ജീവിക്കാൻ ഗൾഫ് രാജ്യങ്ങളിൽ ഷെറിൻ അബ്ദുൽ സലാം എന്ന പേരിൽ മുസ്ലിമായി അഭിനയിക്കുക, അതും 10 വർഷം റിയാദിലും ദുബൈയിലുമായി. ഇനി ഇതുപോലെ എത്ര സംഖ്യകളുടെ മുഖംമൂടി അഴിഞ്ഞു വീഴാനുണ്ടെന്ന് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്തു വരുന്ന വിവിധ മതസ്ഥരായ ആളുകളെ കൂടെ സംശയത്തിന്റെ നിഴലിലാക്കുന്നതായി ഈ RSS നേതാവിന്റെ തട്ടിപ്പ്. അതും ഒരു കേവലം അംഗമോ അനുഭാവിയോ അല്ല, മുഖ്യ ശിക്ഷക തന്നെയാണ് പിടിയിലായിരിക്കുന്നത്. വർക്കല തച്ചങ്കോണം അസീസ് മൻസിലിൽ അബ്ദുൽ സലാം ആയിഷ ബീവി ദമ്പതികളുടെ മകൻ ഷെറിൻ അബ്ദുൽ സലാം എന്നാണ് രാജേഷ് പാസ്പോർട്ടിൽ പേര് നൽകിയിരിക്കുന്നത്. തട്ടിപ്പ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 2006 തന്നെ ഇയാൾ വ്യാജരേഖകൾ നിർമ്മിച്ച് ആൾമാറാട്ടം നടത്തി പാസ്പോർട്ട് കരസ്ഥമാക്കി വിദേശത്ത് പോയിരുന്നതായി പോലീസിന് വിവരമുണ്ട്. അതനുസരിച്ച് തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 2019 കിളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ലുക്കൌട്ട് നോട്ടീസും ബ്ലൂ കോർണർ നോട്ടീസും നൽകിയിരുന്നു. ബുധനാഴ്ച വിദേശത്ത് നിന്ന് തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിറങ്ങിയ പ്രതിയെ എയർപോർട്ട് അധികൃതർ തടഞ്ഞുവെച്ചു. തുടർന്ന് പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു. ആറ്റിങ്ങൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തട്ടിപ്പ് വീരൻ പിടിയിലായതോടെ സംഭവം വിദേശ രാജ്യങ്ങളിൽ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. അത് മാന്യമായി ജോലി ചെയ്തു പോരുന്ന പലരെയും സംശയത്തിന്റെ നിഴലിലാക്കിയേക്കും. മുസ്ലിം പേരിൽ മുസ്ലിം രാജ്യങ്ങളിൽ ആൾമാറാട്ടം നടത്തി 10 വർഷത്തോളം ജീവിച്ച RSS നേതാവിന് അവിടുത്തെ മുസ്ലിങ്ങളായ സഹപ്രവർത്തകർക്കും ആ രാജ്യങ്ങളിലെ പൗരന്മാർക്കുമൊപ്പം മതപരമായ പല ചടങ്ങുകളിലും പങ്കെടുക്കുകയും അഭിനയിച്ച് ഫലിപ്പിക്കുകയും ചെയ്യേണ്ടി വന്നിരിക്കാമെന്നത് ഒരു RSSകാരന്റെ തനിനിറമാണ് വെളിപ്പെടുത്തുന്നത്. പണ്ട് ഇതുപോലെയാണല്ലോ ഒരാൾ ജീവിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിക്കൊടുത്തത് എന്ന് തോന്നിപ്പോവുക ചരിത്രപരമായി യാദൃശ്ചികതയാവാം. ഏതായാലും ആഗോളതലത്തിൽ RSSനെ വ്യാപിപ്പിക്കാനുള്ള സംഘപരിവാര തീരുമാനം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാകുമെന്ന സൂചനയും ലോകത്തിന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്.